ഇസ്രായേലിനൊപ്പം ചേർന്ന് ഇറാനെ ആക്രമിച്ചാൽ അമേരിക്കക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ UN സഭയിൽ പ്രസ്താവിച്ചു. ഇതാദ്യമായിട്ടാണ് ഇറാന്റെ ഔദ്യോഗികപരമായിരിക്കുന്ന പ്രതിനിധി അമേരിക്കയെ ആക്രമിക്കുമെന്ന് നേരിട്ട് അമേരിക്കയുടെ മുഖത്ത് നോക്കി പറഞ്ഞത്. UN സഭയിലെ ഇറാന്റെ പ്രതിനിധി അലി ബഹറിയാണ് സൈനിക നടപടിക്ക് ഇറാന് നേരെ അമേരിക്ക മുതിരുകയോ ഇസ്രായേലിനൊപ്പം ചേർന്നുകൊണ്ട് ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയോ ചെയ്താൽ തീർച്ചയായിട്ടും ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ ശത്രു രാജ്യമായി കണ്ട് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകുമെന്നുള്ള പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതോടുകൂടി യുദ്ധത്തിന്റെ ഗതികളും അവസ്ഥകൾക്കും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. പറയുന്ന കാര്യം ഇറാൻ വെറും വാക്ക് പറയുകയല്ല. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധഭൂമിയിലാണ്. വലിയ നാശങ്ങളും നഷ്ടങ്ങളും ആ രാജ്യത്തിന് നേരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ്. മരണസംഖ്യ ഇപ്പോഴും ഔദ്യോഗികമായിട്ട് പ്രസ്താവിച്ചിട്ടില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ അനുഭവിക്കാത്ത അത്ര ശക്തമായിരിക്കുന്ന തിരിച്ചടിയാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിലേക്ക് അവർ തൊടുത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം നിസ്സാരമായിരിക്കുന്ന ചെറിയ ആക്രമണമായിരുന്നെങ്കിലും ഇപ്പോൾ നഗരമേത് ഗ്രാമമേത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഇസ്രായേലിന്റെ തെല്ലവീവിന്റെ എന്ന് പറയുന്ന തലസ്ഥാന നഗരത്തിന്റെ ചില പ്രദേശം തന്നെ മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ്. ചില മീഡിയ റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന സമയത്ത് ഗസയാണോ അതല്ലെങ്കിൽ ഇസ്രായേലാണോ എന്ന് പോലും അറിയാത്ത വിധം ബിൽഡിങ്ങൾ അപ്പാടെ മൂക്ക് കുത്തി വീണ് ചെതറിപ്പോകുന്നതും റോഡ് പോലും തിരിച്ചറിയാത്ത വിധവും അതോടൊപ്പം തന്നെ ആളുകൾ ബിൽഡിങ്ങിന്റെ അകത്ത് കുടുങ്ങിയതും രക്ഷപ്പെടാൻ വേണ്ടി പ്രയാസപ്പെടുന്നതായിരിക്കുന്ന അനുഭവം തങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഗസയിലാണ്. ഇപ്പോൾ അതിന് സമാനമായിരിക്കുന്ന അവസ്ഥകളും സാഹചര്യങ്ങളും ഇസ്രായേൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതും അത് ഇറാന്റെ ആക്രമണത്താലാണ് ഉണ്ടായത് എന്ന് പറയുമ്പോൾ 1948 ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്രയും ശക്തമായിരിക്കുന്ന ഒരു ആക്രമണം ഇസ്രായേലിന് നേരെ നടത്തുന്നത് ഇതാദ്യമായിട്ടാണ്. അതിനാൽ തന്നെ പ്രതിരോധം ഏറെക്കുറെ നഷ്ടപ്പെട്ട രീതിയിലും ആദ്യത്തെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട വിഷയം അയൺ ഡോം പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഏറെക്കുറെ പ്രവർത്തനക്ഷമമായിരുന്നു. ആയതിനാൽ അത് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുകയും ജനങ്ങളുടെ ഇടയിലോ അല്ലെങ്കിൽ നഗരത്തിലോ വീഴാത്ത രീതിയിൽ ഒപ്പിക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിച്ചിരുന്നു. ഇപ്പോൾ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും തകർന്ന രീതിയിലാണ്. ഒരു മിസൈൽ നേരെ വന്നു കഴിഞ്ഞാൽ അത് ഭൂപ്രദേശത്ത് വീണ് പൊട്ടിച്ചെതറുന്ന അവസ്ഥയും സാഹചര്യങ്ങളും ഇസ്രായേൽ ഇപ്പോൾ നേരിട്ട് ലൈവായിട്ട് കാണുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. മരണസംഖ്യ 100-ലധികം ഇസ്രായേൽ ഉണ്ട് എന്നാണ് സംശയിക്കുന്നത്. ഇപ്പോൾ അതിന്റെ കൃത്യത പുറത്തു വിട്ടിട്ടില്ല. നാശനഷ്ടത്തെക്കുറിച്ചോ ബിൽഡിങ്ങിന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചോ വലിയ നിയന്ത്രണം പത്രങ്ങൾക്കുണ്ട് എന്നതിനാൽ ഒരു കാര്യങ്ങളും കൃത്യമായ രീതിയിൽ പുറത്തു വരുന്നില്ല എന്നുള്ളൊരു ആശങ്കയും യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വരുന്നു. ഇപ്പോൾ ഇറാന്റെ പ്രതിനിധി അലി ബഹറി പറഞ്ഞത് നിസ്സാരമായിട്ട് കാണുന്നില്ല. കാര്യം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനായി എവിടെയാണോ താമസിക്കുന്നത് അത് കൃത്യമായി തങ്ങൾക്കറിയാമെന്നും വേണ്ടി വന്നാൽ കൊല്ലാൻ വേണ്ടി തങ്ങൾക്ക് സാധിക്കുമെന്നും ഇപ്പൊ തൽക്കാലത്തേക്ക് കൊല്ലുന്നില്ല എന്ന തരത്തിലൊരു പ്രയോഗം അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്നത് ഇസ്രായേലി പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ ഭാഷയിലാണ്. നെതന്യാഹു പറയേണ്ട കാര്യങ്ങൾ ഇപ്പോൾ അമേരിക്ക പറയുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇറാനെതിരെ ഒരു സംഘം ചേർന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് മനസ്സിലായതോടനുബന്ധിച്ചാണ് അവരുടെ ആത്മീയ നേതാവിനെ പരസ്യമായി വധിക്കുമെന്ന് പറഞ്ഞ അമേരിക്കയുടെ മുഖത്ത് നോക്കി തന്നെ ഇറാൻ പ്രതികരിച്ചു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഇറാനെതിരെ സൈനിക നടപടിക്ക് മുതിർന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അകത്തളങ്ങളിൽ കയറിക്കൊണ്ട് തന്നെ ആക്രമണം നടത്തും എന്നുള്ളതാണ്. ഇതോടുകൂടി ഈ മേഖല, അറേബ്യൻ മേഖല, മിഡിൽ ഈസ്റ്റ് മേഖല അശാന്തമായിരിക്കുന്നു. കാര്യമെന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഈ ഇറാനിൽ നിന്ന് അമേരിക്കയിലേക്ക് ഒരിക്കലും ഒരു മിസൈൽ പായിക്കുകയോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആക്രമണം നടത്താനുള്ള സാധ്യതകൾ കാണുന്നില്ല. പകരം അവർ ലക്ഷ്യം വെക്കുന്നത് മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ സൈനിക താവളമാണ് എന്ന് ഏറെക്കുറെ ഉറപ്പായതോടുകൂടി ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള സംരക്ഷണം ഏർപ്പെടുത്താനും അല്ലെങ്കിൽ സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും ആലോചിക്കണം എന്ന തരത്തിലൊരു നിർദ്ദേശം ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് വന്നിരിക്കുന്നു എന്ന് അനൗദ്യോഗികമായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. സൈനിക താവളങ്ങളെല്ലാം വളരെ ഭീതിയിലാണ്. ഏത് തരത്തിലാണ് ഈ നേരെ അക്രമം വരിക എന്നുള്ളത് വലിയ പ്രയാസത്തിൽ നിൽക്കുന്നു. അതിലിപ്പോൾ ഒന്ന് ഇറാഖാണ്. ഇറാഖിന് ഇപ്പം തന്നെ
ഈ ഇറാൻ ഇറാൻ യുദ്ധം നടക്കുന്നതോടനുബന്ധിച്ച് 3 മിസൈൽ ഇറാഖിൻ്റെ അമേരിക്കയുടെ സൈനിക താവളത്തിന് ലക്ഷ്യമാക്കി വന്നിട്ടുണ്ട്. നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് അമേരിക്ക പറയുന്നു, പ്രതിരോധിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ 2 കാര്യം പറയുന്നുണ്ടെങ്കിലും മിസൈൽ വന്നിട്ടുണ്ട് എന്ന് അവർ സമ്മതിക്കുന്നു. അതേപോലെ തന്നെ രണ്ടാമത്തെ മേഖല അതിർത്തി പങ്കിടുന്ന ഇറാന്റെ അതിർത്തിയുമായിട്ട് പങ്കിടുന്ന അസർബൈജാനിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങളോ ഇസ്രായേലിന്റെ സൈനിക സംവിധാനങ്ങളോ ഒക്കെ ഉണ്ട് എന്ന് സംശയിക്കുന്നു. അതൊരു ഔദ്യോഗിക പ്രഖ്യാപനമൊന്നുമല്ല. അങ്ങനെയെങ്കിൽ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് അവർ ലക്ഷ്യം വെക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ സർവ്വ മേഖലയുമാണ്. അതിൽ ഖത്തറുണ്ടാവും, ബഹ്റൈൻ ഉണ്ട്, ഒമാനുണ്ട്, ഒരുപാട് രാജ്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതിൽ ഒമാനിലും സൗദി അറേബ്യയിലും നേരിട്ട് കൊണ്ട് അമേരിക്കയുടെ സൈനിക താവളങ്ങളില്ല. പക്ഷേ അവരുടെ സൈന്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിരിക്കുന്ന അൺകണ്ടീഷൻ ആയിരിക്കുന്ന എയർപോർട്ട് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമത്തിനും സാധ്യതയുണ്ട്. ഇതിൻ്റെ കുറിച്ച് വിശദീകരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നു, മധ്യഘട്ടം കഴിഞ്ഞു. അതായത് ഇറാഖും അമേരിക്കയും തമ്മിലുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ ഇപ്പോൾ ചർച്ച വരുന്നുണ്ട്. അതിൽ പറയുന്നു, ഏകദേശം മധ്യഘട്ടം കഴിഞ്ഞ സമയത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യ കാര്യങ്ങൾ വന്നു. അങ്ങനെ വന്നപ്പോൾ സദാം ഹുസൈൻ്റെ സൈന്യം സൗദി അറേബ്യയിലുള്ള അമേരിക്കയുടെ താവളത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആക്രമിച്ചു. പലവട്ടം അവരുടെ സ്കഡ് മിസൈൽ വന്ന് പതിച്ചിട്ടുണ്ട് എന്നുള്ളത്. അത് റിയാദ്, ഈ സൗദി അറേബ്യയുടെ തലസ്ഥാനമായിരിക്കുന്ന റിയാദിനോട് ചേർന്ന് തന്നെ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഏതാനും വർഷം വരെ, അതായത് 2-3 വർഷം വരെ യഥാർത്ഥത്തിൽ സദാം ഹുസൈൻ്റെ മിസൈൽ പതിച്ച ബിൽഡിങ് റിയാദ് സിറ്റിയുടെ ഭാഗത്തുണ്ടായിരുന്നു. അതിങ്ങനെ തൂങ്ങിക്കിടന്നിരുന്നു, ഒരു 6 നില ബിൽഡിങ്. ഞാൻ ആ ബിൽഡിംഗ് കണ്ടിട്ടുണ്ട്, ഞങ്ങൾ അതിലൂടെ എപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന സമയത്ത് പറഞ്ഞതാണ് സദ്ദാമിൻ്റെ മിസൈൽ പതിച്ചിട്ട് അത് ഒരു ചരിത്ര സ്മാരകം പോലെ അവിടെ നിൽക്കട്ടെ കുറച്ചു കാലം എന്ന് പറഞ്ഞുകൊണ്ടാണ് പൊളിക്കാതിരുന്നതെന്ന്. അത് യുദ്ധം കഴിഞ്ഞ് ഏകദേശം ഒരു 10-20 വർഷം കഴിഞ്ഞതിന് ശേഷം, അത് ഈ അടുത്ത കാലത്താണ് അവിടുന്ന് അത് നീക്കം ചെയ്ത് പിന്നീട് പുതിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ പതിച്ചിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ്. അതോടൊപ്പം തന്നെ ഈ കുവൈത്ത് സൗദി അറേബ്യയുടെ അതിർത്തി പങ്കിടുന്ന ഭാഗം അൽ ഖബ്ജി എന്ന് പറയുന്ന ഭാഗത്ത് ഈ സദാമിൻ്റെ അല്ലെങ്കിൽ ഇറാഖിൻ്റെ മിസൈൽ പതിച്ചിട്ടുണ്ട്. കുവൈത്തിൽ ഏതായാലും ഉണ്ട്, അങ്ങനെ ഖത്തറിലേക്ക് വന്നിട്ടുണ്ട്, ഇസ്രായേലിലേക്കും വിട്ടിട്ടുണ്ട്. മധ്യഘട്ടം കഴിഞ്ഞ സമയത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ സർവ്വ ആയുധങ്ങളും എടുത്തുകൊണ്ട് പരീക്ഷിക്കപ്പെട്ട ഒരു സാഹചര്യങ്ങൾ സദ്ദാം ഹുസൈൻ ഉണ്ടായിരുന്നു. പിന്നീടാണ് അദ്ദേഹം ഒളിവിൽ പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് യുദ്ധത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് അത് മാറുന്നു. ബസറ വീണതിന് ശേഷം ബാഗ്ദാദിലേക്ക് അമേരിക്കൻ സൈനികർ എത്തുന്നു. അതോടനുബന്ധിച്ച് 5000-ലധികം അമേരിക്കൻ സൈനികർ ആ യുദ്ധത്തിൽ മരണപ്പെട്ടു എന്ന് അമേരിക്ക സ്ഥിരീകരിക്കുന്നു. അങ്ങനെ ആ സമയത്ത് വലിയ രീതിയിലുള്ള സൈനിക നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ട്രംപുമായിട്ട് ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ്, വളരെ നിർണായകമായിരിക്കും ഒരു മീറ്റിംഗ് ഏതാനും ദിവസം മുമ്പ് ഇവിടെ ന്യൂയോർക്കിൽ വെച്ച് നടന്നിരുന്നു, വാഷിങ്ടണിൽ വെച്ച് നടന്നിരുന്നു. ആ സമയത്ത് പറഞ്ഞ കാര്യമാണ്, മറ്റൊരു രാജ്യത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ഇടപെടുന്ന സമയത്ത് നമ്മൾക്കുണ്ടാകുന്ന സൈനിക നഷ്ടത്തെക്കുറിച്ച് കൂടി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. അപ്പോൾ രാജ്യം തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ ബാധിക്കാത്ത വിഷയമാണെങ്കിൽ നമ്മൾ എന്തിനാ ഇടപെടണം എന്നൊരു ചോദ്യം പ്രസക്തമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഒരു കൃത്യത, ഒരു ഏകോപനം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇറാൻ ഈ വിഷയം പറയുക കൂടി ചെയ്തതോടുകൂടി ഈ മേഖല അശാന്തമാകുന്നു എന്ന് മാത്രമല്ല, യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ യുദ്ധത്തിൻ്റെ പ്രാരംഭഘട്ടമാണ് ഇപ്പോൾ ഒക്കെ നടക്കുന്നത്. കാതിലായിരിക്കുന്ന യുദ്ധം വരാനിരിക്കുന്നു എന്ന് ഇറാൻ പറയുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ അവർ തെഹ്റാനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള യുദ്ധവിമാനം പറത്തിയുള്ള പ്രവർത്തനം നടത്തുന്നത്. അതിന് അവർ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കാണുന്നു. അതിന് വലിയ ചാരസംഘം തെഹ്റാനിൽ ഇറാന്റെ പൗരന്മാരായിരിക്കുന്ന ചില ആളുകൾ പ്രവർത്തിക്കുന്നു എന്ന് ഇറാൻ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ രഹസ്യമായിരിക്കുന്ന സൈനികരെ ഇറക്കിക്കൊണ്ട് ഇത്തരം ആളുകളെ കണ്ടെത്താനുള്ള വലിയ ശ്രമങ്ങൾ അവർ നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആഭ്യന്തരമായിരിക്കുന്ന വിഷയത്തിൽ മുൻപുള്ളതിനേക്കാൾ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് വല്ലാത്ത രീതിയിൽ കുറവുണ്ട് ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ ആക്രമണം എന്ന് സ്ഥിരീകരിക്കപ്പെട്ടതാണ്. ആദ്യം ലക്ഷ്യം കാണിക്കാൻ വേണ്ടി കൃത്യമായിരിക്കുന്ന ആളുകളും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഏറെക്കുറെ അവരിൽ പല ആൾക്കാരും പിടിക്കപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ ആ ഭാഗത്ത് നിന്ന് ഈ രഹസ്യ സംവിധാനങ്ങൾ ഇറങ്ങുന്നത് മഫ്റ്റിയിലാണ്, അതുകൊണ്ട് പോലീസാണോ സൈനികരാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്തൊരു പ്രയാസം, ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നു. ആയതിനാൽ ഏറെക്കുറെ അത്തരം വിഭാഗങ്ങൾ പിന്മാറിയിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നു. ഇന്നും ഈ തെഹ്റാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ആക്രമണം ഇസ്രായേൽ നടത്തിയിട്ടുണ്ടെങ്കിലും അതിനു മുൻപ് നടത്തിയ ആക്രമണമായിട്ട് തുലനം ചെയ്ത് നോക്കുന്ന സമയത്ത് വളരെ കുറവാണ്. എന്നാൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൻ്റെ തോതും ശക്തിയും കൂടുകയും
വലിയ വലിയ നാശനഷ്ടങ്ങൾ ഇസ്രായേലിന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഏറ്റവും വലിയ ഭയം, അവരിപ്പോൾ പേടിച്ച് നിൽക്കുന്നത് അറേബ്യൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൃത്യം വ്യക്തമായിരിക്കുന്ന ഒരു നിലപാട് സൈനിക നടപടിയുമായി ബന്ധപ്പെട്ട് UN അംബാസഡർ അലി ബഹ്റൈ പറഞ്ഞു, ഞങ്ങൾ തീർച്ചയായിട്ടും അമേരിക്കക്ക് നേരെ യുദ്ധപ്രഖ്യാപനം നടത്തും. ഞങ്ങളുടെ അതായത് ഇറാന് നേരെ ഏതെങ്കിലും ഒരു സൈനിക നടപടിക്ക് മുതിരുകയോ അല്ലെങ്കിൽ ഇസ്രായേലിനൊപ്പം ചേരുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യുദ്ധം പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ UN സഭയിലുള്ള ഇറാന്റെ പ്രതിനിധി തൻ്റെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഇറാന്റെ നിലപാട് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത്.